കുട്ടിമഹാഭാരതം കഥകൾ ഭാഗം 4 അംബ, അംബിക, അംബാലിക. മുക്കുവകന്യകയായ സത്യവതിയിൽ ശന്തനു മഹാരാജാവിന് 2 പുത്രന്മാർ ജനിച്ചു, ചിത്രാംഗദനും വിചിത്രവീര്യനും. ശന്തനുവിന്റെ കാലശേഷം ചിത്രാംഗദൻ രാജാവായി. അനേകം രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തന്റെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച ചിത്രാംഗദനുമായി ഒരിക്കൽ ചിത്രാംഗദൻ എന്നുതന്നെ പേരുള്ള ഒരു ഗന്ധർവൻ യുദ്ധത്തിനായി വരികയുണ്ടായി. 3 വർഷം നീണ്ടുനിന്ന ഉഗ്രമായ യുദ്ധത്തിന്റെ അവസാനം തന്റെ മായാശക്തി ഉപയോഗിച്ച് ഗന്ധർവൻ സത്യവതീപുത്രനായ ചിത്രാംഗദനെ പരാജയപ്പെടുത്തി വധിച്ചു. ചിത്രാംഗദന്റെ മരണസമയത്ത് വിചിത്രവീര്യൻ പ്രായപൂർത്തിയായിരുന്നില്ല. എങ്കിലും ഭീഷ്മന്റെ ഉപദേശപ്രകാരം വിചിത്രവീര്യൻ രാജ്യഭരമേറ്റെടുത്തു. പ്രായപൂർത്തിയായ വിചിത്രവീര്യന്റെ വിവാഹം നടത്തുവാൻ ഭീഷ്മൻ തീരുമാനിച്ചു. കാശിരാജാവിന്റെ 3 പുത്രിമാരായ അംബ, അംബിക, അംബാലിക എന്നിവരുടെ സ്വയംവരം നടക്കാനിരിക്കുകയാണെന്ന് വിവരമറിഞ്ഞ ഭീഷ്മൻ ഉടൻ തന്നെ തന്റെ രഥത്തിലേറി കാശിയിലേക്ക് പുറപ്പെട്ടു. സ്വയംവരത്തിന്റെ മുഹൂർത്ത സമയത്ത് കാശിരാജസഭയിൽ എത്തിയ ഭീഷ്മൻ നേരെ സ്വയംവര മണ്ഡപത്തിലേക്ക് കയറിച്ചെന്ന് 3 രാജകുമാരിമാരെയും ബലമായി പിടിച്ച് തന്റെ തേരിൽ കയറ്റി. സ്വയംവരത്തിൽ പങ്കെടുത്തിരുന്ന മിക്ക രാജാക്കന്മാരും ഭീഷ്മനെ എതിർത്തുവെങ്കിലും അദ്ദേഹം അവരെയെല്ലാം തോൽപ്പിച്ചു. 3 രാജകുമാരിമാരെയും വിജയാഹ്ലാദത്തോടെ ഹസ്തിനപുരിയിൽ കൊണ്ടുവന്നു. കാശിരാജപുത്രിമാരിൽ മൂത്തവളായ അംബ, സാൽവരാജാവിനെ ഇഷ്ടപ്പെട്ടിരുന്നതും മനസ്സിൽ അയാളെ ഭർത്താവായി വരിച്ചതും ഭീഷ്മന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അംബയുടെ ആഗ്രഹം മാനിച്ച് സാൽവനൊത്ത് ജീവിക്കാൻ അനുമതി നൽകി ഭീഷ്മർ അംബയെ തിരികെ അയച്ചു. ഇളയവരായ അംബികയും അംബാലികയും ഭീഷ്മൻ തന്റെ സഹോദരനായ വിചിത്രവീര്യന് വിവാഹം ചെയ്തു കൊടുത്തു. അമിതമായ ദാമ്പത്യസുഖത്തിൽ മുഴുകിയ വിചിത്രവീര്യൻ 7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം സന്തതികളൊന്നും ഉണ്ടാകാതെ മരണമടഞ്ഞു. ഏകദേശം 50ഓളം ഭാഗങ്ങൾ അടങ്ങുന്ന കുട്ടികൾക്കുള്ള മഹാഭാരതം കഥകളാണ് ഇവിടെ ഓരോരോ വീഡിയോകളായി കൊടുക്കുന്നത്. വീഡിയോകൾ മുഴുവൻ കണ്ടുകഴിയുന്ന കുട്ടികൾക്ക് മഹാഭാരതം കഥകൾ പച്ചവെള്ളം പോലെ ഹൃദിസ്ഥമായിരിക്കും. അതുകൊണ്ട് ലൈക്കും ഷെയറും ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സൂക്ഷിക്കുക. അംബികയ്ക്കും അംബാലികയ്ക്കും സന്തതികളുണ്ടാവാത്തതുകൊണ്ട് ദുഃഖിതയായ സത്യവതി കുരുവംശത്തിൽ സന്തതികളുണ്ടാകാനുള്ള മാർഗങ്ങൾക്കായി ഭീഷ്മനുമായി ആലോചിച്ചു. അവർ ഭീഷ്മനോട് സുന്ദരികളായ അംബികയെയും അംബാലികയെയും ഭാര്യമാരായി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദാശമുഖ്യനു മുന്നിൽ സത്യവതിയുടെ വിവാഹസന്ദർഭത്തിൽ ഭീഷ്മൻ നടത്തിയ ശപഥത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കുരുവംശം നിലനിൽക്കാൻ വേറൊരു മാർഗം എന്താകുമെന്ന് ചിന്തിച്ചിരുന്ന സത്യവതിക്ക് പണ്ട് കടത്തുവഞ്ചിയിൽ പരാശരമുനിയുമായി ഉണ്ടായ പുത്രൻ വേദവ്യാസനെക്കുറിച്ചുള്ള ഓർമ്മയെത്തി. തൽക്ഷണം സത്യവതി തന്റെ പുത്രനായ വ്യാസനെ മനസ്സിൽ ചിന്തിച്ചു. അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ഉടൻ തന്നെ വ്യാസൻ അവിടെയെത്തി. സത്യവതിയുടെ ആഗ്രഹപ്രകാരം വ്യാസൻ തന്റെ സഹോദരപത്നികളായ അംബികയും അംബാലികയും പരിണയിച്ചു. വ്യാസൻ വിരൂപനും പ്രാകൃതവേഷക്കാരനുമായതിനാൽ അദ്ദേഹത്തോട് മാനസികമായ അടുപ്പം സഹോദരപത്നികളായ അംബികയ്ക്കും അംബാലികയ്ക്കും തോന്നിയില്ല. അംബിക വ്യാസനെ സമീപിച്ചപ്പോൾ ഭയവും അസ്വസ്ഥതയും മൂലം കണ്ണുകൾ അടച്ചുപിടിച്ചു. ഇതിന്റെ ഫലമായി അവൾ പ്രസവിച്ച കുട്ടി ജന്മനാ അന്ധനായിത്തീർന്നു. ആ കുട്ടിയാണ് ധൃതരാഷ്ട്രൻ. അംബാലിക വ്യാസനെ സമീപിക്കുമ്പോൾ ഭയവും അല്പം വിഷമവും നിറഞ്ഞ വിയർപ്പേറ്റ വെളുത്ത മുഖഭാവം പ്രകടിപ്പിച്ചു. ഇതിന്റെ ഫലമായി അവൾ പ്രസവിച്ച കുട്ടി ജന്മനാ പാണ്ഡു രോഗിയായിത്തീർന്നു. ആ കുട്ടിയാണ് പാണ്ഡു. ജനിച്ച 2 കുട്ടികളിൽ ഒരാൾ അന്ധനും മറ്റൊന്ന് പാണ്ഡുരോഗിയുമായ നിലയിൽ യോഗ്യനായ ഒരു കുട്ടി കൂടെ ഉണ്ടാകാൻ സത്യവതി ഒരു തവണ കൂടെ ശ്രമിച്ചു. അംബാലികയെ വീണ്ടും തന്റെ പുത്രനായ വേദവ്യാസന്റെ അടുക്കലേക്ക് അയക്കാൻ സത്യവതി തീരുമാനിച്ചു. എന്നാൽ വിരൂപനായ മഹർഷിയെ വീണ്ടും സമീപിക്കാനുള്ള വൈമനസ്യം നിറഞ്ഞതിനാൽ അംബാലിക തന്റെ ദാസിയായ ശൂദ്രസ്ത്രീയെ തനിക്കുപകരം നിയോഗിച്ചു. ദാസി മഹർഷിയെ തികഞ്ഞ ഭക്തിയോടും സന്തോഷത്തോടും പ്രാപിച്ചു. അതിന്റെ ഫലമായി അവൾ പ്രസവിച്ച കുട്ടി അതിയോഗ്യനും ധാർമ്മികതയിൽ നിറഞ്ഞവും ആയിത്തീർന്നു. ആ കുട്ടിയാണ് വിതുരർ. മക്കളെ, നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്തു പറയണേ. കൂടാതെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ. അടുത്ത ഭാഗം വിതുരജനനത്തിനുള്ള കാരണം മറക്കാതെ കാണുക.